ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്ന ദേശത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോ പലരും സംസാരിക്കുമ്പോൾ പറയണ കേൾക്കാറുണ്ട് കാവിശ്ശേരി കാവിശ്ശേരി എന്ന്. പക്ഷെ കാവിശ്ശേരി അല്ല, കാവശ്ശേരി എന്ന് അത്ര അതിന്റെ ശരിക്കുള്ള പേര്. അപ്പോൾ കാവശ്ശേരി പൂരത്തിന് പോവാന്നല്ല പറയാ, കാവശ്ശേരി പൂരത്തിന്റെ വെടിക്കെട്ട് കാണാൻ പോവാന്നാണ് എല്ലാവരും പറയാം. അപ്പൊ നമ്മളും അതുപോലെ ഇന്ന് വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകണം. അപ്പൊ അതിനെ വെടിക്കെട്ടിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാവുന്ന കുറെ സാഹചര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ അതിലെ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ശ്രീപതി കളപ്പുരയുടെ ആ ഒരു മേളം കേട്ടിട്ട് നമ്മൾ ഫുഡ് കിട്ടുമെന്ന് അന്വേഷിച്ച് പോയപ്പോൾ ഫുഡ് കിട്ടാൻ ഒരു സ്ഥലമില്ല. അങ്ങനെ അവിടുന്ന് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ചോദിച്ചപ്പോൾ അവിടെ പൊറാട്ടയും ബീഫും മാത്രമല്ല. അപ്പൊ നമുക്ക് നൊയമ്പായ കാരണം നമ്മൾ എന്ത് ചെയ്തു, പൊറാട്ട മാത്രം മേടിച്ചിട്ട് വെള്ളം പോലും കയ്യിലില്ല കേട്ടോ. അത് പച്ചയ്ക്ക് അങ്ങ് കടിച്ച് കീറി തിന്നു എന്ന് പറഞ്ഞത്. അതിനുശേഷം അവിടുന്ന് ഒരു മടക്ക വണ്ടി കിട്ടി. ആ വണ്ടിയിൽ കയറി നേരെ നമ്മൾ ഈ വെടിക്കെട്ട് നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ആ കാണുന്നതൊക്കെ അവിടെ വെടിക്കെട്ടിന്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ വണ്ടിയിൽ കൊടുന്നിറക്കുന്നത് കരിമരുന്നുകളാണെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ സ്ഫോടനം നടക്കാൻ പോകുന്നത് വാവുള്ളിയാപുരം ദേശത്തിന്റെയാണ്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് കഴനി ദേശത്തിന്റെ. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വാവുള്ളിയപുരത്തിന്റെ പരിപാടികളാണ് കേട്ടോ. അതിന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഒരു ആന ബ്ലോക്കായ റോഡിന്റെ നടുക്കിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ നേരത്തെ എത്തിയ കാരണം ഞങ്ങൾക്ക് മാവുള്ളിയപുരത്തിന്റെ ആ വെടിക്കെട്ട് പൊട്ടിത്തീരുന്ന സ്ഥലമല്ലേ, അതിന്റെ അവിടെയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയെന്ന് വെച്ചാൽ ഒരു വീടിന്റെ പിൻഭാഗം. ആ വീട്ടുകാർ ഭയങ്കര സഹകരണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗദനകൾ പൊട്ടിക്കാൻ തുടങ്ങി. ഗദന പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നേരെ വെടിക്കെട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 പകൽ വെടിക്കെട്ടുകളുടെയും ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ പോയിട്ട് കണ്ടോ. 4K ദൃശ്യ മികവോടുകൂടി കിടിലൻ സാധനമാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വാവുള്ളിയാപുരം ദേശത്തിന്റെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് നേരെ കഴനിയുടെ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഓടുകയാണ് ആൾക്കാർ അപ്പുറത്തേക്ക്. ഇനി അവിടെ ഒരു റോഡാണ്, നടുക്കിൽ പോകുന്ന റോഡിൽ നിറച്ച ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ കഴനിയുടെ അതിഗംഭീര വെടിക്കെട്ട് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകല് വെടിക്കെട്ട് നടത്തിയിട്ട് എന്ത് തേങ്ങ കാണാനുള്ളതെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഞാനും ഒരു പരിധി വരെ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇത് ആസ്വദിക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ആസ്വാദനത്തിനൊരു എല്ലാ സംഭവം ആസ്വദിക്കാൻ അതിനൊരു രീതിയുണ്ട്. അപ്പം അത് ആസ്വദിക്കാൻ ആ നാട്ടുകാരോടൊപ്പം ചേർന്ന് നമ്മൾ അവരിലൊരാളായി മാറി ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും പറ്റില്ല. എനിക്കത് ആസ്വദിക്കാൻ പറ്റി. ആ ഒരു വൈബ് വേറെയാണ്. അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് പകല് വെറും പുക മാത്രമുള്ളത്, ഇത് എന്ത് തേങ്ങുള്ളത്, നേരിട്ട് പോയാലാണ് അതിൻ്റെ രസം അറിയുള്ളൂട്ടാന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നേരിട്ട് പോയി ആ നട്ടപ്പാറ വെയിലത്ത് നിന്ന് കാലൊക്കെ പൊള്ളിയിട്ടേ ഞങ്ങളൊരു വീടിൻ്റെ മുകളിൽ ടെറസുമ്മേ കയറിക്കണ്. ആ ടെറസൊക്കെ പഴുത്തിട്ടേക്കണം. അതിന് മുകളിൽ ചെരുപ്പിടാതെ കയറിക്കൊണ്ടിരുന്ന സുഖണ്ടും മോനെ, അതൊക്കെ അനുഭവിക്കണം, നല്ല അറിയുള്ളൂ. ദെൻ കഴനി കഴിഞ്ഞു. കഴനിയിൽ നിന്നും നേരെ കാവിശ്ശേരിയുടെ അതിമനോഹരമായ പകൽ വെടിക്കെട്ടിലേക്കാണ് ഈ നടന്നു പോകുന്ന ആളുകളൊക്കെ പോകുന്നത്. ഇത് പലരുടെയും വീടിന്റെ ബാക്കിൽ കൂടിയും ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മൾ അവിടേക്ക് എത്തണേന്നുള്ളത് എളുപ്പം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയാണ്, നമ്മൾ നടക്കണ്ട, നമ്മളെ ആൾക്കാർ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോയിക്കോളും. അത്രയധികം ആൾക്കാർ. അപ്പം അങ്ങനെ പോണ വഴിക്ക് പല വീടുകളിലും ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളം കൊടുക്കുന്നവരുണ്ട്, നാരങ്ങ വെള്ളം കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ മോരും വെള്ളം കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം കുടിക്കാം, ഒരു പ്രശ്നമില്ല. അത് ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേറെ എവിടെ അങ്ങനെ കണ്ടിട്ടില്ല. വരുന്ന ആളുകൾക്ക് വെള്ളം, അതുപോലെ ചില ആൾക്കാർ പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പോകാന്നൊക്കെ പറയണം. അപ്പോൾ അത്രയും സ്നേഹമാണ് നമ്മുടെ കാവശ്ശേരിക്കാർക്ക് നമ്മളോടെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഒറ്റ പാതയിലൂടെ നമ്മൾ നടന്ന് ഒരു കണ്ടത്തിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഒരു ചേട്ടൻ സിപ്പപ്പും ഐസൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും വിറ്റ് പോകുന്നത് സിപ്പപ്പാണ് പറഞ്ഞു. ഞങ്ങൾ സിപ്പപ്പ് കുടിച്ചു, അടിപൊളി സാധനമായിരുന്നു പറഞ്ഞു. ദെൻ നമ്മളവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും ആളുകൾ വന്നു നിറഞ്ഞു എന്നാ പറഞ്ഞ. പാടം നിറയെ ആളുകൾ. എന്തിനു വേണ്ടി? കാവിശ്ശേരിയുടെ സ്ഫോടനം കാണാനായി. അങ്ങനെ കാവിശ്ശേരിയുടെ കിടുക്കാച്ചി സാധനം അതാ അടിച്ചു തുടങ്ങിയിട്ടാ മോനെ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാവിശ്ശേരി വെടിക്കെട്ട് നമ്മൾ കണ്ടു. പകൽ വെടിക്കെട്ട് 3 ദേശത്തിന്റെയും കണ്ടു എന്ന് പറഞ്ഞു. 2 ദേശത്തിന്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യ, തിരിച്ചു പോകാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ വന്ന എന്റെ സുഹൃത്ത് പറഞ്ഞു പറ്റില്ല, അത് കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ 3 കണ്ടു. നന്നായി. അത് കാരണം എന്തായാലും എത്ര ദൂരം പോയിട്ട് നമ്മളെ കാണാതെ പറഞ്ഞാൽ ശരിയല്ലോ. തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ കണ്ടം പിടിച്ച് നടന്നു പോയി. നേരെ നമ്മൾ വണ്ടി എടുത്തു ഇറങ്ങിയപ്പോൾ പിന്നെയും റോട്ടിൽ ഫുള്ള് ബ്ലോക്ക്. അങ്ങനെ ആ ബ്ലോക്കുകൾ താണ്ടി നമ്മൾ ചേലക്കരയിൽ എത്തിയിട്ടാണ് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നത്. അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നു. അത് കാരണമാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല അടിപൊളി ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും കൂടി നമ്മൾ ഫുഡ് കഴിച്ചു. കാരണം നമ്മൾ കാലത്ത് 2 ഉണക്ക പൊറാട്ട കഴിച്ച് നിൽക്കുന്ന മനുഷ്യരായിരുന്നു. തളർന്നു വീഴാറായിട്ടും നമ്മൾ ആ ആവേശത്തിൽ തളർന്നു വീഴാതെ നടന്നു എന്ന് പറഞ്ഞു. നല്ല വിശപ്പുള്ള കാരണം നമ്മൾ
വീഡിയോ എടുത്തിട്ട് ഫുഡിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒന്നും കാണിക്കാൻ നിന്നില്ല. കാരണം പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത കൊല്ലം എന്തായാലും പോകുമെന്നുള്ള തീരുമാനത്തിൽ നമ്മളങ്ങനെ തിരിച്ചു വരികയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർ ഈ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നോക്കിയിട്ട് ബൈ ബൈ.